ഹായ് ഓൾ. സോ നമ്മൾ ലാസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബിയുടെ ക്ലാസ്സസ് ഈ ഒരു ലെക്ചറോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സെക്ഷൻ ബി പ്ലാനിങ്, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു ഹോൾ സെക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ആ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ ഞാൻ ഒരു ബ്രീഫ് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. സോ സ്ട്രെയിറ്റ് ഈ ഒരു വീഡിയോ, ഈ ഒരു ക്ലാസ്സോടുകൂടി തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിൽ ആദ്യം പറഞ്ഞ കാര്യം പ്ലാനിങ്, പ്ലാൻ ചെയ്യുക. ഇതാണല്ലോ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്താടാ? പ്ലാനിങ് അല്ലേ ചെയ്യുന്നുണ്ടാവുക. ഇത് ചെയ്യണോ, അത് ചെയ്യണ്ടേ, ഈ ഒരു ഡിസിഷൻ എടുക്കണോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് കൂടി തന്നെ ഒരു ട്രിപ്പ് പോകാൻ തന്നെ നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്യുക. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക ചെയ്യുന്നത്. എങ്ങോട്ട് പോകണം, ഏത് വണ്ടി വിളിക്കണം, എത്ര ദിവസത്തെ ട്രിപ്പ് പോകണം, ഏതൊക്കെ ഫ്രണ്ട്സിനെ നമ്മൾ വിളിക്കണം. സോ എന്തൊരു കാര്യം, എന്തൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? പ്ലാനിങ് എന്നുള്ളൊരു സ്റ്റേജ് ആയിരിക്കും, പ്ലാനിങ് സ്റ്റേജ്. സോ സെക്ഷൻ ബിയിലെ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്ങിനെ തന്നെ നമുക്ക് 3 തരമായിട്ട് തിരിക്കാം. സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ് ഉണ്ട്, ടാക്റ്റിക്കൽ ലെവൽ പ്ലാനിങ് ഉണ്ട്, ആൻഡ് ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ് ഉണ്ട്. ഇത് 3 എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു. ബട്ട് അത് നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം ആ വീഡിയോയിൽ ഞാൻ തന്നെ പലതവണ പറയുന്നുണ്ടായിരുന്നു, ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ കാണുന്നത്. ഫസ്റ്റ് ഇൻട്രോ വീഡിയോ അല്ലേ, ഇതല്ല ആദ്യത്തെ ഇൻട്രോ വീഡിയോ. അത് പഠിക്കാൻ വേണ്ടിയല്ല, നമ്മൾ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടായത്. സോ നിങ്ങൾക്ക് ബ്രീഫ് ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. ഇൻ ഡീറ്റെയിൽ ഈ ഒരു വീഡിയോ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ അവിടെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോങ് ടേമിലേക്കുള്ള പ്ലാനിങ്ങാണ്. സ്ട്രാറ്റജിക്കൽ ലെവലിൽ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നുണ്ടാവുക. അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക കമ്പനിയിൽ നടക്കുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളോ, ഏതൊക്കെ എംപ്ലോയീസ് എവിടെയൊക്കെ വർക്ക് ചെയ്യണം, ഏതൊക്കെ ദിവസം ലീവ് കൊടുക്കണം, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളായിരിക്കില്ല. ഓൺലി ഹൈ ലെവൽ കാര്യങ്ങൾ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു 5 വർഷം കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, ഏതെങ്കിലും പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണോ, ഏതൊക്കെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവണം, നമ്മൾ പാർട്ടായിട്ടുണ്ടാവണം, ഇങ്ങനത്തെ ബിഗ് ഡീലിങ്സ് മാത്രം. ഏതെങ്കിലും ഒരു ഫേമിനെ പോയി അക്വയർ ചെയ്യണോ, മെർജ് ചെയ്യണോ, ഇങ്ങനത്തെ ഭയങ്കര ടോപ്പ് ലെവൽ ഡിസിഷൻസ് ആയിരിക്കും സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് താഴത്തേക്ക് പഠിക്കാനുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു യൂണിറ്റ്, ഇതിപ്പോൾ ഫസ്റ്റ് യൂണിറ്റാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളത്. സോ അത് പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബേസിക് ഐഡിയ ആദ്യമേ നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ച് പോവാം. ഓക്കെ. സോ സ്ട്രാറ്റജിക് പ്ലാനിങ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ടാക്റ്റിക്കൽ പ്ലാനിങ്. ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞാണ് സെക്കൻഡ് ഫേസ് വരിക. അതിനെ ശരിക്കും നമുക്കൊരു മിഡിൽ ലെവൽ എന്ന് പറയാം. സ്ട്രാറ്റജിക്ക് പോലെ ഭയങ്കര ലോങ് ടേം പ്ലാൻസ് ഒന്നുമല്ല, 5 വർഷത്തേക്കോ 6 വർഷത്തേക്കോ ഉള്ള ഭയങ്കര ലോങ് ടേം പ്ലാൻസ് ഒന്നുമല്ല. എന്നാലും ഒരു മിഡില്, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്ക്, ബിറ്റ്വീൻ 1 and 3 ഇയേഴ്സിലേക്കുള്ള പ്ലാനിങ്ങിനെയാണ് ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. സ്ട്രാറ്റജിക് ആണോ? അല്ല, പക്ഷെ അതിൻ്റെ അടുത്ത് നിൽക്കും. ഏറ്റവും താഴെ വരാൻ പോകുന്നതാണ് ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ്. ഓപ്പറേഷണൽ ലെവലാണോ? അതുമല്ല. ഇതിൻ്റെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു 1 to 3 ഇയേഴ്സ്, അടുത്ത നിങ്ങളെപ്പോഴും ഇയേഴ്സ് വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നെക്സ്റ്റ് ഒരു 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഇതാണ് ടാക്റ്റിക്കൽ ലെവൽ പ്ലാനിങ്. ആൻഡ് 1 വർഷത്തേക്ക്, ഇപ്പോൾ ഈ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവണം, അടുത്ത 1 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ് എന്ന് പറയുക. ഓപ്പറേഷണൽ ലെവൽ പ്ലാനിങ്. സോ ഇങ്ങനെ 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിനെ തരംതിരിക്കുന്നുണ്ടാവുക. ടോപ്പ് സ്ട്രാറ്റജിക് ലെവൽ, മീഡിയം ടാക്റ്റിക്കൽ ലെവൽ, ഏറ്റവും താഴെ ഓപ്പറേഷണൽ ലെവൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട ഐഡിയാസ്. ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക
ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഗോൾസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, ഒരു കമ്പനിയുടെ മിഷൻ എന്താണ്, ഒരു കമ്പനിയുടെ വിഷൻ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. വളരെ ബേസാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ബേസിക് നോളജസുമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓണല്ലേ? ചാർജായിട്ട് നിന്നോ. തിയറിയാണ്, ഇപ്പോഴേ പറയാം, തിയറിയാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്ന് ഇമാജിനൊക്കെ ചെയ്ത് ഒന്ന് വിഷ്വലൈസ് ഒക്കെ ചെയ്ത് നോക്കിക്കടാ. ഓക്കെ, ഞാനൊരു കമ്പനി തുടങ്ങി, ഞാൻ ടോപ്പ് ലെവൽ മാനേജറാണ്, അടുത്ത 5 വർഷം കഴിയുമ്പോൾ എൻ്റെ കമ്പനി എവിടെ നിൽക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. യെസ്, സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ്. ഈ ഒരു ലീവിയിലൊന്ന് കണക്ട് ചെയ്തേ. ഒരാൾ ഇവിടെ നിന്ന് തിയറി പറയുന്നു, കേട്ട് കാണാതെ പഠിക്കുന്നു, അങ്ങനെയല്ല. കണക്ഷൻ വരട്ടെ ഏരിയയിലേക്ക്, നിങ്ങൾ ആ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി വരട്ടെ. എന്നാൽ മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലേക്ക് എടുത്ത് നോളജ് ഗെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റൂ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. മീനിങ് ഓഫ് പ്ലാനിങ് കണ്ടോടാ, വളരെ സ്പൂൺ ഫീഡിങ് പോലെ പറ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മെറ്റീരിയലിൽ പറഞ്ഞു തുടങ്ങുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ഇവർ ആദ്യം പറയുന്നത്. നമുക്ക് നോക്കാം പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വാട്ട്, വെൻ, ഹൗ ആൻഡ് ബൈ ഹൂം. ഒരു ഫേമിലെ വാട്ട് ടാസ്ക്, എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. വെൻ ടു ഡു, എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഹൗ ടു ഡു, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഹൂം ടു ഡു, ആര് ചെയ്യണം എന്ന് തീരുമാനിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫുള്ള് ഡിസിഷൻ എടുത്ത് ഒരു ഐഡിയ ഉണ്ടാക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുക. എന്തൊക്കെയാടാ? എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞേ. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം. വാട്ട്, വെൻ, ഹൗ ആൻഡ് ബൈ ഹൂം. ഇത് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുക, അല്ലേ? ഒരു പ്ലാനിങ്ങിൽ ഇപ്പോൾ വീണ്ടും ട്രിപ്പ് പോവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നീ പറയാം, നീയാണ് ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോൾ അതാരാ ചെയ്യേണ്ടത്? ബൈ ഹൂം എന്നുള്ള കാര്യം തീരുമാനിച്ചു. ഫണ്ടിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. വാട്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിച്ചു. ഹൗ, ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ട്രിപ്പ് പോണതിന് മുമ്പ് തന്നെ ക്യാഷ് മേടിച്ച് വെച്ചോ, എന്നിട്ട് നീ മാത്രം ക്യാഷ് ചിലവാക്കിയാൽ മതി. ഹൗ എന്നുള്ള കാര്യം തീരുമാനിച്ചു. വെൻ, ട്രിപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് പിരിച്ചു. ഇതല്ലേ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓരോരുത്തവർക്കും അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ വരുന്നുണ്ടാവുക വാട്ട്, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം. ഇതായിരിക്കും പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ ഒരു പേസിൽ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഫുൾ ഏരിയാസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അടുത്ത് നോക്കിക്കേടാ. എന്താണ് പ്ലാനിങ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം? പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് ഗൈഡൻസ് ഫോർ ഓൾ ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസിനും പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കിട്ടും. എന്ന് വെച്ചാൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിന് കറക്റ്റ് ഐഡിയ കിട്ടിയേക്കുക. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് മുകളിൽ നിന്നേ പറഞ്ഞു തന്നേക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുന്നു, എൽദോസ്. എന്നോട് വ്യക്തമായിട്ട് മാനേജ്മെൻറ്റിൽ നിന്ന് പറഞ്ഞേക്കുക, നീ എടുക്കേണ്ടത് പാർട്ട് 1 സെക്ഷൻ B നീ എടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. പാർട്ട് 1 ഞാൻ പ്രിപ്പയർ ചെയ്യാം. പാർട്ട് 1 സെക്ഷൻ B. പാർട്ട് 2 വന്നാൽ സെക്ഷൻ B കോർപ്പറേറ്റ് ഫിനാൻസ് നീ എടുക്കണം. സെക്ഷൻ C CVP അനാലിസിസും മാർജിൻ അനാലിസിസും പ്രൈസിങ്ങും നീ എടുക്കണം. സെക്ഷൻ E ക്യാപിറ്റൽ ബജറ്റിങ്ങും നീ എടുക്കണം. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്താടാ, പ്രോപ്പറായിട്ട് അവിടെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടി, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടി. ഈ ഒരു 4 സെക്ഷൻസ് ആയിരിക്കും ഈ ഒരു വിൻഡോയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ അതെനിക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം. വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻസും നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാം. അതിനനുസരിച്ച് എനിക്കിനി പ്ലാൻ ചെയ്യാം, ടോപ്പ് ലെവലിൽ നിന്ന് കറക്റ്റ് ഗൈഡൻസ് കിട്ടിയോണ്ട്. അല്ലാതെ എന്നോട് പറയുന്നില്ല ഏതെങ്കിലുമൊക്കെ ഒരു സെക്ഷൻ നീ എടുക്കേണ്ട വരും, ഈ ഒരു വിൻഡോയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സെക്ഷൻ നീ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യും? മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുത്ത് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ സ്ട്രക്ചറിൽ ഒരു 60 days കൊണ്ട് നമ്മൾ നിങ്ങളെ പാസ്സാക്കി തരും. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തരുന്നത് എന്താ, പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി സ്ട്രക്ചർ. ഓരോ ദിവസവും എന്ത് പഠിക്കണം, ഓരോ ദിവസവും എത്ര മോക്ക് എഴുതണം, ഓരോ ദിവസവും എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, ഓരോ ദിവസവും എത്ര വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾ കാണണം. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്ഷൻസും ഗൈഡൻസും തരാൻ പറ്റുന്നത്. മനസ്സിലായോ? ആ രണ്ടാമത്തെ പോയിന്റിൻ്റെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഓരോ ഓപ്പറേഷൻസിലേക്കും കറക്റ്റായിട്ട് ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും,
കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? യെസ്. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം. ഫോംസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മാനേജ്മെൻറ്റ് പ്രോസസ്, പ്രിസീഡ്സ് ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒന്നുമില്ലടാ, നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ബജറ്റ് ചെയ്യുന്നത് ഫോർകാസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ ഫോർകാസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റയും ബജറ്റ് ചെയ്ത് വെച്ച ഡാറ്റയും ആക്ച്വലി വരുന്ന റിസൾട്ടും ഒക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാനൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുന്നത്. സോ എല്ലാ സ്റ്റെപ്പും നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മതി. നമ്മളിങ്ങനെ കുട്ടി വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നുണ്ടാവുക. ഫസ്റ്റ് വീഡിയോ നമ്മൾ സെക്ഷൻ ബി തുടങ്ങുകയാണ്. ഒരു ഇൻട്രോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 1 സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ബേസിക് ആയിട്ട് പ്ലാനിങ്ങിൻ്റെ 3 ഫേസസ് പറഞ്ഞു തന്നു. ഏതൊക്കെയായിരുന്നതാ? സ്ട്രാറ്റജിക്കല്, ടാക്ടിക്കല്, ഓപ്പറേഷണല്. ആൻഡ് എന്താണ് പ്ലാനിങ് എന്ന് നമുക്കറിയാം, പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷനും അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും ഡയറക്ഷനും ഗൈഡൻസും ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നോളജും നമുക്ക് കിട്ടി. സോ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. പക്ഷെ നിങ്ങളാരും പോസ് ചെയ്യല്ലേ എന്നല്ല, ബ്രേക്ക് എടുത്ത് പോവല്ലേ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ. ഈ വീഡിയോ ഇവിടെ കണ്ടു തീർക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് അല്ലെ 11 മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആയിരിക്കും. അടുത്ത വീഡിയോയിലേക്ക് വേഗം വിട്ടോ. ഒരു വീഡിയോ കണ്ടിട്ട് ബ്രേക്ക് എടുത്ത് നിൽക്കുക, അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു യൂണിറ്റ് പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെക്കുക. ലെക്ചേഴ്സ് ഫുള്ള് കണ്ടു തീർക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അല്ലാതെ ഒരു വീഡിയോ 10 മിനിറ്റിൻ്റെ കാണുന്നു, ബ്രേക്ക് എടുക്കുന്നു, അങ്ങനെ ചെയ്യരുത്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രേക്ക് എടുക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ.